ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ വാഹനത്തിൽ ഇഗ്നൈറ്റർ എന്ന് പറയുന്ന ഒരു യൂണിറ്റിനെ കുറിച്ച് നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട്? എന്താണ് ഇഗ്നൈറ്റേഴ്സ്? നമുക്ക് ഇഗ്നൈറ്റർ ആദ്യം പറയുന്നതിന് മുമ്പ് ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു കാര്യം പറഞ്ഞുതരാം. ഇഗ്നിഷൻ കോയിൽ എന്ന് പറയുന്ന ഒരു കാര്യം പലരും കേട്ടിട്ടുണ്ടായിരിക്കും. കാരണം 800 മാരുതി 800 യൂസ് ചെയ്തിട്ടുള്ള ഓരോ വ്യക്തികളും ഇഗ്നിഷൻ കോയിലിനെ കുറിച്ച് ഉറപ്പായിട്ടും കേൾക്കും. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇഗ്നിഷൻ കോയിൽ കംപ്ലൈന്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇഗ്നിഷൻ കോയിലിന് എന്തെങ്കിലും രീതിക്ക് വർക്ക് ആകാതെ വന്നിട്ടുണ്ടെങ്കിൽ വാഹനം പിന്നെ സ്റ്റാർട്ട് ആകത്തില്ല. അത് 800 ഞാൻ എടുത്തു പറഞ്ഞ വേറൊന്നും കൊണ്ടല്ല. 800 ആണ് കോമൺലി അത് പലരും യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം ആ ഒരു റേഞ്ചിലുള്ള അല്ലെങ്കിൽ ആ ഒരു സെഗ്മെന്റിലുള്ള വാഹനങ്ങളിൽ 800 മാത്രമല്ല, കാർബറേറ്റർ വാഹനങ്ങൾ വന്നുകൊണ്ടിരുന്ന മോഡലും ഇനി MB5 ആയതിനു ശേഷം പോലും ഈ ഒരു ഇഗ്നിഷൻ കോയിൽ വരുന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ പഴയ എസ്റ്റീമിലാണെങ്കിലും സെന്നിലൊക്കെ ആണെങ്കിലും ഇതുപോലെ ഒരുപാട് വാഹനങ്ങളിൽ ഈ പറയുന്ന പോലെ ഇഗ്നിഷൻ കോയിൽസ് യൂസ് ചെയ്യുമായിരുന്നു. എന്താണ് ഇഗ്നിഷൻ കോയിൽ എന്ന് പറഞ്ഞാൽ? വാഹനത്തിലോട്ട്, അതായത് പെട്രോൾ വാഹനത്തിൽ കറണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതായത് ഒരു ഹൈ ടെൻഷൻ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് ഈ പറയുന്ന ഇഗ്നിഷൻ കോയിൽ. എന്നാൽ അതേ സ്ഥാനത്ത് ഇപ്പോഴത്തെ വാഹനങ്ങൾക്ക് ഇഗ്നിഷൻ കോയിൽ ഇല്ല, പകരം അതിന്റെ സ്ഥാനത്ത് ഇഗ്നൈറ്റർ ആണ് വരുന്നത്. അപ്പൊ ഇഗ്നൈറ്റർ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് മനസ്സിലായി. കറണ്ട് കൊടുക്കും, അതായത് ഹൈ ടെൻഷൻ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് ഇഗ്നൈറ്റർ എന്ന് പറയുന്നത്. ഇതിപ്പോ ഒരു സ്വിഫ്റ്റ് വാഹനമാണ്, ഏറ്റവും പുതിയ മോഡൽ വാഹനമാണ്. ഇതിൽ 1, 2, 3, 4 ഇഗ്നൈറ്റേഴ്സ് വരുന്നുണ്ട്. അപ്പം ഇഗ്നൈറ്റേഴ്സിന്റെ കൗണ്ട് വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ വാഹനം ഒരു 4 സിലിണ്ടർ വാഹനമാണ്. 4 സിലിണ്ടർ പെട്രോൾ വാഹനമാണ് നമുക്ക് ഈ വരുന്നത്. അപ്പോൾ ഈ പെട്രോൾ വാഹനത്തിന് ഓരോ ഇഗ്നൈറ്റേഴ്സ് വരുന്നത്, അതായത് ഈ കാണുന്ന ഓരോ കട്ടകളും, ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് മേളിൽ മാത്രമല്ല, ഇതിന്റെ താഴോട്ട് ഒരു പൈപ്പും കൂടെ പോകുന്നുണ്ട്, ഒരു നോബ് വരുന്നുണ്ട്. ആ നോബ് സ്പാർക്ക് പ്ലഗിന്റെ പുറത്തോട്ടാണ് പ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഇതിലോട്ട് എപ്പോഴാണോ നമ്മുടെ സിഗ്നൽ കിട്ടുന്നത്, അതായത് സ്പാർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള സിഗ്നൽ കിട്ടുന്നത്, അന്നേരമാണ് ഇത് സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ സ്പാർക്ക് നേരെ, അല്ലെങ്കിൽ അത് സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്ത് ആ സ്പാർക്ക് നേരെ നമ്മുടെ സ്പാർക്ക് പ്ലഗിലോട്ട് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 4 വരുന്നുണ്ട്. ഇപ്പൊ ഈ 4 അല്ലെങ്കിൽ ഇത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ സിലിണ്ടറിലും ഓരോ ഇഗ്നൈറ്റേഴ്സ് വന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഇഗ്നൈറ്ററിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പോലും ഈ വാഹനം ഓടും. അതായത് നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഇഗ്നൈറ്റർ കംപ്ലൈന്റ് ആയത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാഹനം വഴി കിടന്നു പോകത്തില്ല, നമുക്ക് ഓടിച്ചോണ്ട് വരാൻ സാധിക്കും. വാഹനത്തിന് ചെറിയൊരു മിസ്സിങ് ഫീൽ ചെയ്യും. ആ ഒരു മിസ്സിങ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഓടിച്ചോണ്ട് വരാൻ സാധിക്കും, ഇതൊരു 4 സിലിണ്ടർ ആയതുകൊണ്ട്. ഇനി ഒരു 3 സിലിണ്ടർ വാഹനത്തിന് ഒരു ഇഗ്നൈറ്റർ പോയി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും ഓടിച്ചോണ്ട് പോരാൻ സാധിക്കും. അതായത് 3 സിലിണ്ടർ വാഹനങ്ങൾക്ക് 3 സിലിണ്ടറേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ 3 സിലിണ്ടറിൽ ഒരെണ്ണം പോയി കഴിഞ്ഞാൽ 2 സിലിണ്ടർ മാത്രം വർക്ക് ചെയ്യത്തുള്ളൂ. ഇതിലാണെന്നുണ്ടെങ്കിൽ 3 സിലിണ്ടറിൽ ഒരെണ്ണം പോയാലും 3 സിലിണ്ടർ വർക്ക് ചെയ്യുന്നുള്ളതുകൊണ്ട് ഒരു പ്രശ്നമില്ല. അതായത് 4 സിലിണ്ടർ ഉള്ളതുകൊണ്ട് ഒരു സിലിണ്ടർ വർക്ക് ചെയ്യാതെ വന്നാൽ പോലും 3 സിലിണ്ടറിന്റെ പവർ കൊണ്ട് ഈ വാഹനം ഓടിപ്പോവാൻ വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞ ഇഗ്നിഷൻ കോയിൽ മാറി ഇഗ്നൈറ്ററിലോട്ട് വന്നതിന്റെ പ്രധാന കാര്യം. അപ്പൊ ഞാൻ ഈ പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്റെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക.